അമേരിക്കയിൽ ജനിച്ചവർക്കുള്ള നിയമപരമായ പൗരത്വത്തെയും പരിരക്ഷകളെയും വിമർശിച്ചായിരുന്നു പോസ്റ്റ്. ജന്മാവകാശ പൗരത്വത്തിന്റെ വ്യാഖ്യാനങ്ങൾ കുടിയേറ്റക്കാർക്ക് അനുകൂലമാണെന്നും ചൈനയിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രഹത്തിലെ മറ്റേതെങ്കിലും നരകത്തിൽ നിന്നോ മുഴുവൻ കുടുംബത്തെയും അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കുന്നതാണെന്നും പോസ്റ്റ് പറയുന്നു. ഇവിടെ ഒരു കുഞ്ഞ് ജനിച്ചാൽ പൗരത്വം ലഭിക്കുന്നു. പിന്നീട് അവർ മുഴുവൻ കുടുംബത്തെയും ചൈനയിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നരകത്തിൽ നിന്നോ കൊണ്ടുവരുന്നു. അത് കാണാൻ നിങ്ങൾ അധിക ദൂരം പോകേണ്ടതില്ല. ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ഇന്നു വരുന്ന കുടിയേറ്റ വിഭാഗത്തിൽ ഈ രാജ്യത്തോട് വിശ്വസ്തതയില്ല എന്നും പോസ്റ്റിൽ പറയുന്നു. മിക്കവാറും എല്ലാ ആഭ്യന്തര സംവിധാനങ്ങളും ഇന്ത്യക്കാരും ചൈനക്കാരും നടത്തുന്നതാണെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഏപ്രിൽ 1 ജന്മാവകാശ പൗരത്വം സംബന്ധിച്ച സുപ്രീം കോടതി വാദം കേൾക്കലിൽ ട്രംപ് കക്ഷി ചേർന്നിരുന്നു. 2025 ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവാണ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. ജന്മാവകാശ പൗരത്വം നിയന്ത്രിക്കുന്നത് ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുമെന്ന് വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നു. വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ കേസിൽ വിധി വന്നേക്കാം. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള കുടിയേറ്റക്കാരെ ലാപ്ടോപ്പുമായി വന്ന ഗുണ്ടകളെന്നാണ് കുറിപ്പിൽ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയെയും ചൈനയെയും നരകക്കുഴികൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന കത്തിൽ ഇവിടങ്ങളിൽ നിന്നുള്ളവർ അമേരിക്കയെ ദുരുപയോഗം ചെയ്യുകയാണെന്നും കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യയിലെയും ചൈനയിലെയും ഗർഭിണികൾ പ്രസവത്തിനായി മാത്രം അമേരിക്കയിൽ എത്തുന്നുവെന്നും 9ാം മാസത്തിലെത്തി പ്രസവിക്കുന്നതിലൂടെ കുട്ടിക്ക് ഇൻസ്റ്റന്റ് പൗരത്വം ലഭിക്കുന്നുവെന്നും കുറിപ്പിൽ പരിഹസിക്കുന്നുണ്ട്. ഒറ്റ പ്രസവത്തിലൂടെ കുടുംബത്തെ മുഴുവൻ അമേരിക്കയിലേക്ക് കൊണ്ടുവരികയാണെന്നും ട്രംപ് ആരോപിക്കുന്നു. അമേരിക്കൻ ഭരണഘടന പ്രകാരം അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ആർക്കും പൗരത്വത്തിന് അവകാശമുണ്ട്. എന്നാൽ ഈ നിയമം നിർത്തലാക്കണമെന്ന കർക്കശമായ നിലപാടിലാണ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ ഈ അധിക്ഷേപങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്ത്യയിൽ ഉയർന്നത്. പ്രതിപക്ഷ കക്ഷികൾ ട്രംപിനെതിരെ രംഗത്തെത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ നരകതുല്യമായ സ്ഥലമെന്ന് വിശേഷിപ്പിച്ചത് അപമാനകരവും ഇന്ത്യ വിരുദ്ധവുമാണ്. ഇത് ഓരോ ഇന്ത്യക്കാരന്റെയും വികാരത്തെ വ്രണപ്പെടുത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റുമായി ഈ വിഷയം ഉന്നയിച്ച് ശക്തമായ പ്രതിഷേധം അറിയിക്കണമെന്ന് കോൺഗ്രസ് എക്സിൽ കുറിച്ചു. ഡൊണാൾഡ് ട്രംപിന് എങ്ങനെയാണ് ഇന്ത്യയെ നരകക്കുഴി എന്ന് വിളിക്കാൻ ധൈര്യം വന്നതെന്നും ഇന്ത്യക്കാരെ ലാപ്ടോപ്പുള്ള ഗുണ്ടകളെന്ന് എങ്ങനെ പറയാൻ ധൈര്യം വന്നുവെന്നും കോൺഗ്രസ് ചോദിച്ചു. നമ്മൾ ഇതിനെ ശക്തമായി എതിർക്കണമെന്നും കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേർ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രധാനമന്ത്രി